നമ്മുടെ ഒരു 2017 മെമ്മറീസിൽ തിരിഞ്ഞു നോക്കാൻ പോയാണ് എൻ്റെ ഓൾഡ് കോളേജിലോട്ട്. ഞങ്ങളൊരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും ഇവിടെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് നേരെ കോയമ്പത്തൂരിലേക്ക് പോയി കേട്ടോ. AC സ്ലീപ്പർ ആൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങളുടെ ഫാമിലി ആയിട്ട് പോണത് കൊണ്ട് തന്നെ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾക്കുള്ള കിടന്നു പോകാനുള്ള സ്പേസ്. അങ്ങനെ ഞങ്ങളുടെ ഏർലി മോർണിംഗ് ഒരു 2:30 ഒക്കെ ആയപ്പോഴത്തേനും കോയമ്പത്തൂരിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ നല്ല മിഡ് നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എന്തായിരുന്നാലും ഒരു റൂം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സെൻട്രലിൽ നിന്ന് നേരെ ഇറങ്ങി കാന്തിപുരത്ത് വന്ന് അടിപൊളി ഒരു റൂം ബുക്ക് ചെയ്ത് കേട്ടോ. ഇതാണ് കേട്ടോ റൂം. TV AC എല്ലാം അടിപൊളിയാണ് കേട്ടോ. റൂം നല്ല ക്ലീനായിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റത്തിന് ശേഷം നേരെ നമ്മൾ എൻ്റെ പഴയ ഓർമ്മകൾ അയവർക്കാനായിട്ട് ഞങ്ങളുടെ കോളേജിലോട്ട് പോയേ. ഈ കോളേജിലോട്ട് വരാൻ കാരണം വെറുതെ അല്ല, എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പേ മേടിക്കേണ്ട സർട്ടിഫിക്കറ്റ് പെൻഡിങ്ങിലായിപ്പോയി. ഇപ്പോഴത്തെ ആവശ്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും അത് ഇല്ലാണ്ട് പറ്റില്ല എന്ന രീതിയിലായി. അങ്ങനെ നമ്മുടെ കോളേജിലോട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ എൻട്രി പോയിൻ്റ്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ പണ്ടത്തെ കാലങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർത്തിങ്ങനെ നടക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ പറയായിരുന്നു. ഇതാണ് ചേട്ടാ ക്യാൻറ്റീന്. ഇവിടെയായിരുന്നു ഞങ്ങൾ ഫ്രീ ടൈമൊക്കെ വന്നിരിക്കാറ്. ഈ നട്ടിരിക്കുന്ന മരങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കോളേജ്. ഈ കോളേജിൻ്റെ എൻട്രി പോയിൻ്റാണ്. ഞങ്ങളിപ്പോൾ പോകുമ്പോഴത്തേനും വലതു ഭാഗത്തോട് ആ വഴിയായിട്ട് പോയിട്ട് ഇടത് ഭാഗത്തോടെ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ വരണം. അതായിരുന്നു ഈ കോളേജിൻ്റെ നിയമം അനുസരിച്ചുള്ള പ്രോട്ടോക്കോള്. സോ ഈ വഴിയൊക്കെ കണ്ടപ്പോഴത്തേനും ഞങ്ങളുടെ ആ ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് നേരെ ഇങ്ങ് കോളേജിലോട്ട് ഇതുവഴിയൊക്കെയാണ് നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒത്തിരി കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. ഈ 315 314 ആയിരുന്നു ക്ലാസ് റൂം. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. കാരണം ഇപ്പോൾ എല്ലാ പിള്ളേർക്കും വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഈ വരാന്ത ഭാഗത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ചും കളിച്ചുമൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഓർമ്മയിൽ അങ്ങനെ വന്നു. ഭാഗ്യവശാൽ സ്റ്റാഫിനെയൊക്കെ കാണാൻ പറ്റി. സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഓരോ കാര്യങ്ങളും സംസാരിച്ചിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ഇങ്ങനെ എല്ലായിടവും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. എല്ലാ സ്ഥലവും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ എൻട്രി പോയിൻറ്റും ഇതാണ് എക്സിറ്റ് പോയിൻറ്റും. ഇവിടെയൊക്കെയാണ് ഞങ്ങൾ ഇരുന്നതെന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. ഞാനൊരു ഗ്രാമത്തിൽ പഠിച്ചിട്ട് അതിന് ശേഷമാണ് ഈ കോയമ്പത്തൂർ സിറ്റിയിലോട്ട് വരുന്നത്. ആ സമയത്ത് ഈ വീട്ടിൽ അത്രയും വർഷം നിന്ന് പഠിച്ചിട്ട് ഈ ഹോസ്റ്റൽ ലൈഫ് ഞാനിങ്ങനെ വന്നപ്പോഴത്തേനും ഒത്തിരി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തീർന്നെങ്കിൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ വർഷമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും നന്നായിട്ട് സെറ്റായി. ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയി കേട്ടോ ഈ കോളേജുമായി. ആദ്യത്തെ ഒരു 6 മന്ത് ഭയങ്കര ഒരു ബോറിംഗ് ആയിരുന്നെങ്കിലും അവസാനം ഞങ്ങൾക്ക് 2 വർഷമുള്ള കോഴ്സായിരുന്നു കേട്ടോ MA ക്ലാസ്സസ്. അത് അവസാനത്തെ ടൈമൊക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അതങ്ങനെയാണല്ലോ എല്ലാവർക്കും. ആദ്യം ഒന്ന് ഫ്രണ്ട്സൊക്കെ സെറ്റാവാൻ കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം നമുക്ക് എല്ലാം സെറ്റാവുമ്പോഴത്തേനും ഒരു ഗുഡ് ബൈ പറഞ്ഞ് പോവേണ്ടി വരും. അതായിരുന്നു കോളേജ് ലൈഫ്. ഇവിടെയൊക്കെ വന്നിരുന്നാണ് ഞങ്ങൾ നേരത്തെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതേ കട ഇപ്പോഴും ഉണ്ട്. സോ ഞങ്ങൾ കരിമ്പ് ജ്യൂസും കുടിച്ച് അവിടെ ഓരോ മെമ്മറീസും നമ്മളെ ഹോസ്റ്റലും ഇതൊക്കെ കണ്ടിട്ട് നല്ല ഒരു അടിപൊളി ഒരു ഡേ ആയിരുന്നു. പണ്ട് ഞാനും ഫ്രണ്ട്സും ഇങ്ങനെ നടന്നു പോയിരുന്ന പാതയിൽ ഇപ്പം ഞാനും ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുമായി. അങ്ങനെയാണല്ലോ ജീവിതം. പലതും മാറും, പലതും മാറി മറിയും. ജീവിതം അങ്ങനെയാണല്ലോ. പലതും പഠിപ്പിക്കും, പലതും മാറും, പലതും കൂട്ടിച്ചേർക്കും. അതാണല്ലോ ജീവിതം. അങ്ങനെ റിട്ടേൺ നമ്മുടെ റൂമിലോട്ട് വന്നു. അടുത്തിനി കോയമ്പത്തൂരിലുള്ള അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സി യു.